UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തി. ഗാസയുടെ പുനർനിർമ്മാണത്തിനും ഭരണത്തിനും മേൽനോട്ടം വഹിക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ട ബോർഡ് ഓഫ് പീസിൽ ചേരാൻ ഇന്ത്യയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്ഷണിച്ചു. ട്രംപ് അഡ്വൈസറായ പീറ്റർ നെവാറോ ചോദിക്കുന്നത് എന്തിനാണ് അമേരിക്കക്കാർ ഇന്ത്യയിൽ AI യൂസ് ചെയ്യുന്നതിന് പണം നൽകുന്നത് എന്നാണ്. ChatGPT ഉൾപ്പെടെയുള്ള AI സർവീസസ് ഇന്ത്യയുൾപ്പെടെ പല രാജ്യങ്ങളും യൂസ് ചെയ്യുന്നു. എന്നാൽ ഇത് ബിൽഡ് ചെയ്യുന്നതിനും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള പണം അമേരിക്കക്കാരാണ് ചെലവഴിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിലേക്ക് ഒരു പുതിയ പോളിസി കൊണ്ടുവരണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ജമ്മു കശ്മീരിലെ കിഷ്ത്വാർ മേഖലയിൽ സുരക്ഷാ സേന തീവ്രവാദികളുമായി വെടിവയ്പിൽ ഏർപ്പെട്ടിരിക്കുന്നു. നിരവധി സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് കൂടുതൽ സേനയെ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു. സൂം ഡെവലപ്പേഴ്സ് നടത്തിയ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 180 കോടി രൂപ കണ്ടെടുത്തു. ഈ ഫണ്ട് ഇരകളായ ബാങ്കുകൾക്ക് തിരികെ നൽകി. വിദേശ പദ്ധതികൾക്കായിട്ടുള്ള വ്യാജ കരാറുകളുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് ഗ്യാരണ്ടി നേടിയെടുത്ത് 22 ബാങ്കുകളെ ഏകദേശം 2650 കോടി രൂപയുടെ ചീറ്റിംഗ് ആണ് സൂം ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടേഴ്സ് നടത്തിയത്. ഇന്ത്യയിൽ ആദ്യമായി ഏകദിന പരമ്പര നേടി ന്യൂസിലൻഡ്. വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി ഉണ്ടായിരുന്നിട്ടും നിർണായകമായ മൂന്നാം മത്സരത്തിൽ ആതിഥേയരെ 41 റൺസിന് ഇവർ പരാജയപ്പെടുത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഏകദിന പരമ്പര ന്യൂസിലൻഡ് നേടുന്നത്.